അടിപൊളി, ഒരുപാട് ഹാപ്പി. എനിക്ക് രക്തം വന്ന കൊണ്ടല്ല, കർമ്മ വന്ന കൊണ്ട് ഒരു അണ്ണനുണ്ട്, അതാണ് നമ്മുടെ വിജയ് സാർ. എൻ്റെ ജീവിതം മാറ്റി. അടിപൊളി, ഭയങ്കര ഹാപ്പി. പടം അടിപൊളി, എല്ലാവരും വന്ന് കാണുക. പടം സൂപ്പറാണ്, എൻജോയ് ചെയ്ത് പുഞ്ചിരിയായിരുന്നു, എല്ലാവർക്കും കാണാം. ഒരുപാട് ഹാപ്പിയാണ്, പടം അടിപൊളിയാക്കി. ജനുവരിയിൽ വരേണ്ട പടമായിരുന്നല്ലോ, ഇത്ര നാളെ ലേറ്റ് ആയപ്പോഴത്തേനും സൂപ്പറാണ്. ഇത്ര ലേറ്റ് ആയതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ലേറ്റ് ആവും, എന്തായാലും ലേറ്റസ്റ്റ് വരും പറഞ്ഞ പോലെ അടിപൊളിയാവും. ഞാൻ ഭയങ്കര മിസ്സാകും. എന്തായാലും ഇനി മുതൽ ഗ്രാൻഡ് ആകും, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. പുള്ളിക്കടമകളുടെ ഉമ്മ വിജയണ്ണമ്മ ഫോട്ടോ ഉടൻ തന്നെ വരും. ഞാൻ തിരക്കൊഴിഞ്ഞ് എന്ന് വിളിക്കും. ബ്രോ എങ്ങനെയാണ് പടം? എങ്ങനെയുണ്ട്? അടിപൊളി അടിപൊളി. പടം എങ്ങനെയുണ്ടായിരുന്നു? എല്ലാവരും സൂപ്പറാണ്. വീട്ടിലമ്പടം തീർത്തും സൂപ്പറാണ്, അടിപൊളി അടിപൊളി. വൺ ലാസ്റ്റ് ടൈം സൂപ്പർ മൂവി. സീൻ പടം പക്ക തിയേറ്റർ വെച്ചാ സെലിബ്രേറ്റ് ചെയ്യാത്ത നല്ല പടം. ബ്ലാസ്റ്റ് ബ്രോ. നല്ലോണം, ജസ്റ്റ് കം ആൻഡ് എൻജോയ്. അടിപൊളി പടം. നല്ല എക്സ്പീരിയൻസ്. ആസ് എ വിജയ് ഫാൻ സാറ്റിസ്ഫൈഡ് ആണ് പടത്തിൽ, പക്ഷേ ലാസ്റ്റ് കരയിച്ചു. അടിപൊളി നല്ലോണം സിനിമ കയറി കണ്ടാ മതി ബ്രോ. എങ്ങനെയാണ് സിനിമ ഗംഭീര പടം, ഒരു വിജയ ആരാധകർക്കുള്ള ഗംഭീര സിനിമയാണ്. ഗംഭീര സിനിമ, ഒരു രക്ഷയില്ല, ഒരു ലോജിക്കുമില്ല. തകർത്തു കിടിലം പടം എന്ന് പറയാൻ നമുക്ക് വേറെ ഒന്നുമില്ല. പക്ക പ്ലാനിങ്ങോടുകൂടിയുള്ള പക്ക പ്ലാനിങ് ആണ് സിനിമ. ഒരു മാറ്റം വിചാരിക്കേണ്ട. തമിഴ്നാട് മുഖ്യമന്ത്രി ആവാനുള്ള എല്ലാ യോഗ്യതയും വിജയ് എന്ന നടന് ഈ സിനിമ നൽകുന്നുണ്ട്. ഈ സിനിമ തടഞ്ഞതിന്റെ കാരണം തന്നെ ഈ സിനിമ നിങ്ങൾ തിയേറ്ററിൽ വന്ന് കാണുക. ഗംഭീര സിനിമ, കിടിലം BGM ഒക്കെ ഉള്ള പൊളി സാധനം, ഒരു രക്ഷയില്ലാത്ത, ഒരു ലോജിക്കും നോക്കരുത്. ഈ പാറ്റയും പഴുതാരയും ഒന്നും വിചാരിച്ചാൽ ഇന്ത്യ തകർക്കാൻ പറ്റില്ല. ഇതുപോലത്തെ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട VD സതീശൻ നമുക്ക് ഇതുപോലൊരു മുഖ്യമന്ത്രിയെ കിട്ടണം എന്ന് ആശംസിക്കുകയാണ്. ഒരു ലോജിക്കും നോക്കണ്ട, ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. കാരണം ഇതുപോലെ ഓളം ഉണ്ടാക്കാൻ പറ്റിയ ഒരു നടൻ, തിയേറ്റർ എക്സ്പീരിയൻസ് ഓളം ഉണ്ടാക്കാൻ പറ്റിയ നടൻ ഇന്ത്യയിലില്ല. ഇന്നുള്ളത് രജനീകാന്ത് മാത്രമേ, വേറെ ആരെ കൊണ്ട് സാധിക്കില്ല. ഇതുപോലെ ഗംഭീര നല്ലോണമാണ്. അത് നമുക്ക് ലാസ്റ്റ് പടമാണല്ലോ, അപ്പോൾ അതിൻ്റേതായ ഒരു ഇമോഷനും കാര്യങ്ങളൊക്കെ. ലാസ്റ്റ് ഒരു വീഡിയോ ഒക്കെ ഉണ്ട് ഫുള്ള് വിജയുടെ ഇതുവരെയുള്ള സിനിമയുടേതൊക്കെ. ഭയങ്കര ഇമോഷണലാണ്. ഫൈറ്റൊക്കെ ഒന്നും പറയാനില്ല. അവസാനം മമിതയുടെ ഒരു ട്രാൻസ്ഫോർമേഷനും അങ്ങനെയൊക്കെ ഉണ്ട്. പക്ക അടിപൊളി, പക്ക മാസ്. കോമ്പോ നല്ല രസമുണ്ട്. ഒരു അച്ഛനും മോളും തമ്മിലുള്ള, അച്ഛനും മോളും അല്ല പക്ഷേ അങ്ങനെ ഒരു ഫീൽ നമുക്ക് കിട്ടും. അടിപൊളിയാണ്. എൻ്റെ പോലെ കാട്ടാവരാത്തുള്ളൂ, പക്ഷെ വിജയ്ക്ക് വേണ്ടി മാത്രം കാണും. സ്ഥിരം ക്ലീഷേ. അടിപൊളിയാണ്. അടിച്ച് എൻജോയ് ചെയ്യാൻ വേണ്ടി വരിക, അത്ര തന്നെ. അടിച്ച് പൊളിക്കുക, കയ്യടി തന്നെ പരിപാടി. കൊള്ളാം.
പടം കൊള്ളാം, നല്ല പടം, തിയേറ്ററിന് പോയി കാണണം. ഫുൾ തലപതി പടം, വേറെ ഒന്നുമില്ല, മാസ്. ഭഗവന്ത് കേസരി ഇതൊന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല. അതിനെക്കാട്ടും നന്നായിട്ട് എടുത്തിട്ടുണ്ട്. നല്ല പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. ഒരു നല്ലൊരു ലാസ്റ്റ് ചാൻസ് എന്ന് വേണമെങ്കിൽ പറയാം. പെർഫോമൻസ് പുള്ളി ഒരു ഭയങ്കര എന്റർടൈനർ അല്ലേ. പുള്ളിനെ കാണാനല്ലേ നമ്മൾ ടിക്കറ്റ് എടുത്തേക്കുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ടു. നന്നായിരുന്നു എന്നുവെച്ചാൽ മോശം പറയാനില്ല, പക്ഷെ ഭയങ്കര നല്ല പടം. നമ്മളിത് പുള്ളിനെ സെലിബ്രേറ്റ് ചെയ്യാനാണ് പടം കാണാൻ വന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ കൂടുതലൊന്നും ഇല്ല, അത്രേ ഉള്ളൂ. താങ്ക് യു.